പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എക്സാംസിനും നമ്മുടെ സ്കൂളുകൾക്കും ഒക്കെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്ത് ഇതില്ല എങ്കിൽ ലൈഫില്ല എന്നുള്ള ഒരു ചിന്ത കൂടി കൊടുക്കുന്നുണ്ട്. മുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയില്ല. മുന്നേ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളുകളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഓക്കെ +2 അല്ലെങ്കിൽ ഡിഗ്രി ഓക്കെ അതൊക്കെയാണ് വലിയ സംഭവം എന്നാണ് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും സ്കൂളിൽ നഴ്സറി മുതൽ അത് അങ്ങോട്ട് നമുക്ക് നേരെ പോകാൻ പറ്റിയില്ല എങ്കിൽ, ഇതിന് നല്ല മാർക്ക് വാങ്ങിയില്ല എങ്കിൽ ഇനി ഒരു രക്ഷയും ഇല്ല, ഇതിന് നന്നായിട്ട് പഠിച്ചില്ല എങ്കിൽ നല്ലൊരു രക്ഷയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയി പോയതുകൊണ്ട് വളരെ കുഞ്ഞുനാളിലെ മുതലേ തന്നെ അത്രയും ഒരു കോമ്പറ്റീഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഇന്ത്യ പോലുള്ള കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോഴും ഉള്ളത്. കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ അവരവരുടെ വിദ്യാഭ്യാസ രീതിയൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഏജ് വരെ അവർക്ക് എക്സാംസിൻ്റെയോ സ്കൂളിൻ്റെയോ അത്രയും ഒരു ടെൻഷനൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. കാരണം അത്രയും അതിൻ്റെ ആവശ്യം അവർക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് സ്കൂളുകളിലും എക്സാംസിലും ഒക്കെ ആ ഒരു മാനസികാരോഗ്യം കുട്ടികൾക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും. ഈ ഭാഗത്ത് എന്തുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള അങ്ങനെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.